ചുരിദാർ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ലൈനിങ് ആദ്യം മാർക്ക് ചെയ്യുക. ലൈനിങ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യും. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ ഉണ്ടായിരുന്ന ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 6.5 ഇഞ്ച് താഴേക്ക് വരയ്ക്കുക. ആം ഹോളായിട്ട് 6.5 ഇഞ്ച്. നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി അതിൻ്റെ 4/1, അതായത് 38 സൈസുള്ള ആൾക്ക് 4 ഇഞ്ച് കൂട്ടിയപ്പോഴത്തേന് 42ൻ്റെ 4/1, അതായത് 10.5 സംതിങ്. ആ 10.5യുടെ കൂടെ 2 ഇഞ്ച്, 2 2.5 ഇഞ്ച് അധികം ഇടാം. ഇതിപ്പം ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ആളാണ്. 2.5 ഇഞ്ച് അധികം ഇട്ട് 13 ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തത്. ആ കർവിൽ നിന്ന് അവിടുന്ന് ഒരു 1.5 ഇഞ്ച് ആം ഹോൾ കർവിന് വേണ്ടി മാർക്ക് ചെയ്തു. സ്ലിറ്റിന് 14 ഇഞ്ച് സ്ലിറ്റ് മാർക്ക് ചെയ്തു. ആ സ്ലിറ്റിൻ്റെ ഭാഗം, സ്ലിറ്റ് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്ത് ആ 14 ഇഞ്ച്, ആ 14 ഇഞ്ചിൻ്റെ അതിനകത്ത് ഒരു 1/2 ഇഞ്ചും കൂടെ അധികം ഇട്ട് വേണം താഴെ മാർക്ക് ചെയ്യാൻ. ഈ 14 ഇഞ്ച്, ഇവിടെ 14 ഇഞ്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ഹിപ്പ് സൈസ് 45 ആണ് ഹിപ്പ് സൈസ്. അപ്പോൾ 45 ഹിപ്പ് സൈസുള്ള ആളായതുകൊണ്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി, അതായത് 49, അതിൻ്റെ 4/1 പ്ലസ് 1 ഇഞ്ച് അധികം. അങ്ങനെയാണ് നമുക്ക് 14 കിട്ടിയത്. ഇത് ഷേപ്പ് ചെയ്യുന്നത് വേണ്ടി നമ്മൾ ഒരു 14 ഇഞ്ച് സ്ലിറ്റിന് വേണ്ടി മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ പകുതി ഒരു 7 ഇഞ്ചിൽ നിന്ന് ഒരു 1-1.5 ഇഞ്ച് അകത്തോട്ട് ഷേപ്പിന് വേണ്ടി നമുക്ക് മാർക്ക് ചെയ്യാം. അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഒരു 1-1.5 ഇഞ്ച് ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ തറയിലിട്ടാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് നീണ്ടു പോകുന്നത്. ഇതിന് ഇനി നല്ല തുണിയിലോട്ട് നമ്മൾ ഈ ലൈനിങ് തുണി ഇട്ട് മാർക്ക് ചെയ്യാം. എത്രയാണോ നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടുന്നത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അധികം ഇട്ട് വേണം നമ്മൾ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്യാൻ. ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. സ്ലീവ് കട്ട് ചെയ്യുന്ന ഈ അധികം വന്ന തുണി കൊണ്ട് അതിനെ ആദ്യം 2ആയി മടക്കുക. കറക്റ്റ് ലെവൽ പിടിച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ. അതിന് വീണ്ടും ഒന്നുകൂടെ മടക്കി 4 മടക്കാക്കിയിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുക ആദ്യം. അതായത് ഏകദേശം ഇതിൻ്റെ വീതി ഒരു 38 ചെസ്റ്റ് സൈസുള്ള ആളായതുകൊണ്ട് ഒരു 11 ഇഞ്ചെങ്കിലും നമ്മൾ വണ്ണത്തിന് വേണ്ടി ഇടുക. ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. ലെങ്ത് ഇത് ഏതാണ്ട് ഒരു 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ ലെങ്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്യുക. നമ്മുടെ ഫോൾഡിങ് ഭാഗം നമ്മളെ വശത്തോട്ടിരിക്കുക. അവിടുന്ന് ഒരു 3.5 ഇഞ്ച് കട്ട് ചെയ്ത ഭാഗത്തോട്ട് ഷേപ്പിന് വേണ്ടി വരയ്ക്കാം. 3.5 ഇഞ്ച് ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ട് നമ്മുടെ എത്രയാണോ കൈയുടെ താഴത്തെ വണ്ണം, താഴ്ഭാഗമാണ് ഇത്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് അധികം, അങ്ങനെയിട്ട് ഇത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, നമുക്ക് മനസ്സിലാവും. അതിനകത്ത് നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്.